പ്രകൃതിയെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാം, എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം, എങ്ങനെയൊക്കെ തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിധേയമാക്കാമെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും ആ ഭരണകൂടങ്ങളുടെ മറപറ്റി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംരക്ഷകരായി മാറുന്ന കോർപ്പറേറ്റുകൾ മുതൽ ഇങ്ങോട്ടേക്ക് താഴെത്തട്ട് വരെയുള്ള സാമ്പത്തിക ശക്തികളുമാണ് ഇന്ന് നമുക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അവർ എവിടെയൊക്കെ ജനകീയ സമരങ്ങൾ വിജയം കാണുന്നുണ്ടോ ആ വിജയം കണ്ട സമരങ്ങളെ മറികടക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇക്കോ പാർക്ക് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഭരണകൂടങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ശക്തികൾ, ആ ഒരുപാട് ശക്തികൾ, സാമ്പത്തിക ശക്തികൾ മുതൽ സാംസ്കാരികമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള ശക്തികൾ വരെയുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായി മാറുകയാണ്. ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യരല്ല, വ്യക്തികളല്ല, ചെറിയ ചെറിയ സംഘങ്ങളല്ല, മറിച്ച് ഇത്തരം സമരങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കേണ്ടിയിരുന്നത് നമ്മുടെ ഇവിടുത്തെ മഹാരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ നാം എവിടെ നോക്കിയാലും ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ മഹാരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെയും ഇല്ല. അവരൊക്കെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക ശക്തികളുടെ പിന്നാലെ ഇഴയുന്ന, അവർക്ക് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്ന നാണം കെട്ട പണിയാണ് ഏറ്റെടുക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പറയുന്ന ഇക്കോ പാർക്കിനെ തടയാനുള്ള അധികാരം അവരുടെ കൈകളിലുണ്ട്. പക്ഷേ അവർ അത് വിനിയോഗിക്കില്ല. അവർ വിനിയോഗിക്കുക ഇവിടെ വന്നിരുന്ന നമ്മുടെ പേരിൽ കേസെടുക്കാൻ. നേരത്തെ പറഞ്ഞല്ലോ, ഈ വഴിയടച്ച 4 മനുഷ്യരുടെ പേരിൽ കേസെടുത്തിരിക്കുകയാണത്രേ. കേസെടുക്കുമ്പോൾ ആലോചിക്കേണ്ടുന്ന കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തു ചെയ്യുന്നു? രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അവർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ അടുത്ത് വന്നിട്ട് വോട്ട് തണ്ടി ചിരിച്ച് മയക്കി നമ്മളിൽ നിന്നും വോട്ട് വാങ്ങി അധികാരം കിട്ടിയതിന് ശേഷം ആ അധികാരം നമുക്കെതിരെ പ്രയോഗിക്കുന്ന ഭരണാധികാരികളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരെ ചോദ്യം ചെയ്യേണ്ടുന്ന കാലമാണ് ഇനി വരുന്ന കാലം. ഡൽഹിയിൽ നടന്നുകൊണ്ടിരുന്ന CJP എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ചെറുപ്പക്കാരികളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ കോടതികളോട് നാം ചോദിക്കേണ്ടത്, ഇത് സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്ന ഒരു മണ്ണാണിപ്പോൾ. സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ് നിയമപരമായിട്ട്. തൽസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്റ്റാറ്റസ് കോ ഓർഡർ ഇടുമ്പോൾ ഇവിടെ അനധികൃതമായി ഒരു ഇക്കോ പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇക്കോ പാർക്കിന് തുറന്നും പ്രവർത്തിക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? തർക്കഭൂമിയാണ്. ദേവസ്വം ബോർഡും ഇവരിൻ്റെ ഉടമകളും പറയുന്നവരും തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തർക്കഭൂമിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ആ കോടതിയുടെ അനുമതി വാങ്ങിച്ചിട്ടാണോ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പാർക്കും പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ ആരുണ്ട്? കോടതികളുടെ പല വിധികളും നമുക്ക് ഒരു ഭാഗത്ത് മോഹം തരുന്നു, ഒരു ഭാഗത്ത് ആശകൾ തരുന്നു, മറുഭാഗത്ത് നമുക്ക് നിരാശകൾ തരുന്നു. നാം നോക്കുക, നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് CJP എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ മൂവ്മെന്റിന് അടിത്തറ വാങ്ങി കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, പാറ്റകളാണ്, തൊഴിലും പണിയും ത്വരവുമില്ലാതെ തെണ്ടി നടക്കുന്ന ചെറുപ്പക്കാരാണ് ഈ നാടിൻ്റെ ശാപം എന്ന് അദ്ദേഹം പറയുന്നു. ആ പറച്ചലായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിന് അടിത്തറ പാകിയത്. ആ ചെറുപ്പക്കാരുടെ പോരാട്ടത്തെ തലതല്ലി പൊളിച്ച് പെല്ലറ്റ് ബുള്ളറ്റുകൾ ഉപയോഗിച്ച് AK-47 ഉപയോഗിച്ച് വെടിവെച്ച് തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് ഇതിനെതിരെ എന്തെങ്കിലും പറയൂ എന്ന് പറയുമ്പോൾ എനിക്കത് കേൾക്കാൻ നേരമില്ല എന്ന് പറയുന്ന ഒരു CJ ആണ് നമ്മുടെ CJ. അദ്ദേഹം ഇന്ന് പക്ഷേ വലിയ ഒരു ജനാധിപത്യവാദിയായി മാറിയിരിക്കുന്നു. കാരണം ഹൈദരാബാദ് എന്ന് പറയുന്ന ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ അഭിഭാഷകരായിട്ട് എൻറോൾ ചെയ്യാൻ 465 LLB സ്റ്റുഡൻസ് അപേക്ഷ കൊടുത്ത് അവർക്ക് സന്നദ്ധ കൊടുക്കുന്ന ചടങ്ങിലേക്ക് CJയെ മുഖ്യാതിഥിയായി ക്ഷണിച്ചപ്പോൾ ആ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ CJ ഇവിടെ ആവശ്യമില്ല, ഞങ്ങളെ പോലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെ കുട്ടികളെ തലതല്ലി പൊട്ടിച്ചപ്പോൾ ഒന്നിത് കാണൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞ അയാളെ ഇങ്ങോട്ടേക്ക് മുഖ്യാതിഥിയായി വിളിക്കരുത് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരേക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ന് വക്കീലന്മാരെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന സംഘടന അധികാര കേന്ദ്രം പറഞ്ഞു അവർക്ക് സന്നദ്ധ കൊടുക്കരുത്. പക്ഷേ സന്നദ്ധ കൊടുക്കരുതെന്ന് പറയുമ്പോൾ അതേ BCIയിൽക്കകത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്കകത്ത് 2 അംഗങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരത് പറയാൻ?
BCI യോഗം ചേർന്ന് തീരുമാനിച്ചതാണോ അവർക്ക് സന്നദ്ധ കൊടുക്കരുതെന്ന് ചവിട്ടുന്ന കാൽ നക്കിക്കിടക്കുന്ന അധികാരവൃന്ദമാണ് ഇന്നിവിടെ ഉള്ളത്. നമുക്ക് മുകളിലുള്ളവനോട് വിധേയത്വവും താഴെയുള്ളവനോട് പുച്ഛവും തോന്നുന്ന ഒരു രാഷ്ട്രീയ ഘടന എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടുന്ന ശക്തികളെ ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടമാണ് നാം ഈ ഒരു നടപടിയിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന മനുഷ്യർ എത്രയോ വർഷങ്ങളായിട്ട് കോടതികളിൽ നിന്നും കോടതികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതുപോലെ ഒട്ടേറെ മനുഷ്യർ ഇവിടെ കൂടിയിരിക്കുന്ന മനുഷ്യരിൽ വലിയൊരു ശതമാനം മനുഷ്യരും നിത്യമെന്നോണം ജീവിതം തന്നെ പ്രകൃതിയും അതുപോലെ തന്നെ സമൂഹവുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ഈ പറയുന്ന മനുഷ്യരാരും തന്നെ ഒരു ചില്ലിക്കാശിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എക്കോ പാർക്കുകാരൻ്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണാധികാരികളുടെ കാല് നക്കാൻ പോയിട്ടില്ല. കാല് നക്കി കിട്ടുന്ന കാശ് വാങ്ങിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്ന രാഷ്ട്രീയക്കാരെ ചോദ്യം ചെയ്യാൻ, അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യാൻ, അത്തരം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇത്തരം ഉപരോധങ്ങൾ വളർന്നു വരാനും അതിനെ അനുസൃതമായിട്ട് നമ്മുടെ പോരാട്ടങ്ങളെ വികസിപ്പിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.